നമസ്കാരം, എല്ലാവർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ ചെറിയൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഈ ചെറിയ കാര്യം മനസ്സിലാക്കാതെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ചെറിയ കാര്യം മനസ്സിലാക്കി കാര്യങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എ ഗുഡ് ഡെറ്റ് ആൻഡ് എ ബാഡ് ഡെറ്റ്, ഒരു നല്ല കടവും ഒരു മോശം കടവും, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോയിൽ ഒരു ചെറിയ പരസ്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഒരു കടം നിങ്ങൾ എടുക്കുന്നു, ആ ഒരു കടം എടുത്ത പണം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു. ആ ചെയ്ത കാര്യം കൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരിക്കലും കടം എടുക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കടം നല്ലതല്ലേ? അതൊരു നല്ല കടമാണ്. ഒരു മോശം കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആ ഒരു കടം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടിയില്ല. നിങ്ങൾ ആ ഒരു കടം എടുത്ത് വാങ്ങിയ അല്ലെങ്കിൽ ചെയ്ത കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്പെട്ടില്ല, അല്ലെങ്കിൽ ഗുണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. ആ ഒരു സാധനത്തിന്റെ ആയുസ് കഴിയുമ്പോഴും ആ ഒരു ചെയ്ത കാര്യത്തിന്റെ ഗുണം കഴിയുമ്പോഴും നിങ്ങളുടെ കടം അതേപടി നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മോശം കടമാണ്. ഈ നല്ല കടങ്ങളെയും മോശം കടങ്ങളെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. കടങ്ങളെ കുറിച്ച് കൂടുതലായി സംസാരിച്ച് പോകുന്നതിന് മുൻപ് നിങ്ങളുടെയൊക്കെ നിക്ഷേപത്തിന് ഗുണകരമായ ഒരു കാര്യത്തെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളിൽ പല ആളുകളും വളരെ വിശ്വസനീയമായിട്ടുള്ള ചെലവ് കുറഞ്ഞ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തപ്പുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ഫിൻവേഷ്യയുടെ ഷൂവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ പലതും സീറോയാണ്. സീറോ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജസ്, സീറോ അക്കൗണ്ട് ഓപ്പണിംഗ്, സീറോ ക്ലിയറൻസ് ചാർജസ്, സീറോ കോൾസ് ആൻഡ് ട്രേഡ്, സീറോ മിനിമം ബാലൻസ്, സീറോ വോളിയം കമ്മിറ്റ്മെന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പല സൗകര്യങ്ങളും സീറോ ചാർജസിലാണ്. NSE, BSE, MCX, NCDEX പോലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളിലും നിങ്ങൾക്ക് ഈ ഫ്രീ സേവനങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സൗകര്യമുണ്ട്. അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്ക് അപ്പ് ആൻഡ് ഡൗൺ പ്രഡിക്ഷൻസ്. 3 ദിവസം മുതൽ 1 വർഷം വരെയുള്ള സ്റ്റോക്ക് പെർഫോമൻസുകളെ കുറിച്ചിട്ടുള്ള ധാരണ, ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഈ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സൗകര്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫിൻവേഷ്യയുടെ ശൂന്യ പ്ലാറ്റ്ഫോം NSE, BSE, MCX, NCDEX, AMFI, CDSL ആൻഡ് SEBI എന്നിവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതിനോടൊപ്പം തന്നെ RBI രജിസ്റ്റേർഡ് ലൈസൻസ് ഉള്ള ഒരു NBFC കൂടിയാണ്. ശൂന്യ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അതിലൂടെ നിക്ഷേപം നടത്താനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ലിങ്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. Investments in securities market are subject to market risks. Read all the related documents carefully before investing. ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം പലപ്പോഴും ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകളിൽ പല ആളുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്, കടങ്ങൾ കൊണ്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇത്തിരി മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. പല ആളുകളുടെയും ക്രെഡിറ്റ് സ്കോർ വല്ലാത്ത ശോകം അവസ്ഥയിലാണ്. പല ആളുകളുടെയും ക്രെഡിറ്റ് സ്കോർ ഏറ്റവും കൂടുതൽ താഴ്ത്തിക്കളഞ്ഞത്, പിന്നീട് ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് അവരുടെയൊക്കെ ഒരു നല്ല കടമാണ്. അതാണ് അതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഗതി. എഡ്യൂക്കേഷൻ ലോൺ എന്ന ഗുഡ് ഡെറ്റ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ ഒരു നല്ല കടമാവുന്നത്? കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടാണ് എടുക്കുന്നത്. നമ്മൾ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത്. അതും ആദ്യ കാലങ്ങളിൽ നമുക്ക് പലിശ അടയ്ക്കേണ്ടതില്ല, ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. അങ്ങനെ എടുക്കുന്ന നമ്മുടെ ലോൺ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്, നല്ലൊരു ജോലിക്ക് വേണ്ടിയാണ്. ആ ഒരു ജോലിയാണ് പിന്നീടുള്ള നമ്മളുടെ ജീവിതം മുഴുവൻ നിർണ്ണയിക്കുന്നത്. നമുക്ക് അളവില്ലാത്ത ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗവും ഒരു ജോലി കൊണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാഭ്യാസ ലോൺ ആക്ച്വലി ഒരു നല്ല കടമാണ്. ഇനി ഹോം ലോൺ, അതൊരു നല്ല കടമാണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഇടം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി നീഡിൽ പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വീട് ലോൺ എടുത്ത് പണിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലോണാണ്. അത് അടഞ്ഞു തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അസറ്റാണ്. പിന്നെ നിങ്ങൾ നല്ല ഒരു ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലാൻഡ് വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും നിങ്ങൾക്കും അത് ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ അതൊരു നല്ല ലോണാണ്. എന്നാൽ നിങ്ങളിവിടെ നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മാറ്റിവെച്ച് നിങ്ങളുടെ വരുമാനത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കടം വലിയ ഇൻട്രസ്റ്റിൽ എടുത്തിട്ട് ഒരു ആഡംബര ഭവനം പണിയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ബാഡ് ഡെറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം വീട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിലും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. എൻ്റെ സ്വന്തം വീടെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് പണിത ഒരു സാധാരണ വീടാണ്. പക്ഷേ എൻ്റെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെക്കാളും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് നൽകുന്നത് അതാണ്. കാരണം നമ്മളുടെ ഏത് മോശപ്പെട്ട ജീവിതാവസ്ഥയിലും, നമ്മളുടെ തൊഴിൽ പോകുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും വരുമാനം കുറയുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും അവിടെ പോയി നമുക്ക് ഇരിക്കാം. ആരും നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടില്ല. റെന്റ് കൊടുക്കേണ്ട, ആർക്കും പണം അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു വീടായതിനാൽ അതിൻ്റെ ബാധ്യതകളും വളരെ ചെറുതാണ്. അങ്ങനെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഹോം ലോൺ ഈസ് എ ഗുഡ് ഡെറ്റ്. ബിസിനസ് ലോൺ ഗുഡ് ആണോ ബാഡാണോ? ഉറപ്പായിട്ടും ഗുഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് മികച്ച വരുമാന സാധ്യത ഉറപ്പുണ്ടാവുന്ന ഒരിടത്താണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടേക്കാണ് നമ്മളൊരു പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു ബിസിനസ് ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. അങ്ങനെ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ഒരു പ്രൊജക്റ്റിനെ ഒരു ലോൺ വെച്ച് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോണ് ഗുഡ് ഡെറ്റ് ആയിട്ട് മാറും. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാതെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലോൺ നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിസിനസ് ലോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ഡെറ്റ് ആണ്. പക്ഷേ ഗുഡ് ഡെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ബ്ലേഡ് മാഫിയയുടെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഡെറ്റ് ആയി മാറാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ബിസിനസ്സിന് വേണ്ടി ലോൺ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, നിങ്ങൾ ഏത് ബിസിനസ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. വ്യക്തമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്, ഒരു 10 വർഷത്തേത് നിങ്ങളുടെ മുന്നോട്ടേക്ക് കണ്ടിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. അങ്ങനെ 10 വർഷത്തേത് മുന്നോട്ടേക്ക് കണ്ടിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ്, അതിന് ഉള്ള ഡെഡിക്കേഷനുള്ള ഒരാളാണ്, ബിസിനസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാൾ, ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരാൾ. ഇത്ര കൂടെ ഡെഡിക്കേഷൻ ഇല്ലാത്ത ഒരാൾ ബിസിനസ് ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പലപ്പോഴും ഈ ബിസിനസ് ആശയങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്ന എൻ്റെ പഴയ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, അതിൻ്റെ ചെലവ്, അവിടെ ഉണ്ടാവുന്ന റിസ്കുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ബിസിനസ് ആശയങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ആശയം ഡ്രോപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് മെനക്കെടാത്ത ഒരുത്തൻ മടിയനായിട്ടുള്ള ഒരുത്തനായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ മോശം കടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ബാഡ് ഡെറ്റിനകത്ത് ഞാൻ പറയുന്നത് കോമൺലി നമ്മൾ പറയുന്ന ബാഡ് ഡെറ്റുകളാണ്. അതിനെയും ഗുഡ് ആക്കാനായിട്ട് പറ്റും, പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഗുഡ് ആക്കുക എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. അതിലൊന്നാമത്തേത് ക്രെഡിറ്റ് കാർഡുകളാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മോശം ഡെറ്റാണ്. കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നത്? നമ്മളുടെ കയ്യിൽ പണമില്ല, നമുക്ക് നിലവിൽ പണമില്ല, പിന്നെ എപ്പോഴെങ്കിലും വരും അല്ലെങ്കിൽ അടുത്ത മാസം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ മുൻപേ ചിലവാക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഫിനാൻഷ്യൽ രീതിയല്ല, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനുള്ള ആൾ ചെയ്യുന്ന ഒരു രീതിയല്ല. എന്നാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്ത് ഈ ക്രെഡിറ്റ് കാർഡിൽ മിനിമം ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പല കേസുകളിലും അങ്ങനെ അടച്ചു പോകുന്ന രീതിയാണ് കാണുന്നത്. അങ്ങനെ അടയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അവർ നമുക്ക് ഭീമമായിട്ടുള്ള ബാലൻസ് ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ തരുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഡെറ്റാണ്. കാരണം 30% വരെയൊക്കെ അല്ലെങ്കിൽ 30% മുകളിലേക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് വരെ ചാർജ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കടമാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ കടം എന്ന് പറയുന്നത്, ക്രെഡിറ്റ് ഡെപ്റ്റുകൾ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ വാങ്ങാനായിട്ടോ, ഫുഡ് കഴിക്കാനായിട്ടോ, തിയേറ്ററിൽ പോകാനായിട്ടോ ഒക്കെ ആയിരിക്കും, വീട്ടു സാധനം വാങ്ങാനായിട്ടൊക്കെ ആയിരിക്കും. ഇതെല്ലാം തീർന്നു പോകുന്ന നശിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് റിട്ടേൺ കൂടുതലായിട്ട് തരുന്ന സാധനങ്ങളായിരിക്കില്ല നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്നത്. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങളൊരു ചെറിയ മെഷീൻ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിടുക്കനാവും. പക്ഷേ എത്ര ആളുകൾ അങ്ങനെ ചെയ്യും? അടുത്തത് പേ ഡേ ലോൺസ് ആണ്, അല്ലെങ്കിൽ പേ ലേറ്റർ ലോണുകളാണ്. ഇപ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം വേണ്ട, ക്രെഡിറ്റ് കാർഡ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് പേ ലേറ്റർ അക്കൗണ്ടിൽ ഇത്ര പൈസ ഓരോ കമ്പനികൾ ചാർജ് ചെയ്ത് തരികയാണ്. ഇന്ന് നിങ്ങൾ കഴിക്കുക, അടുത്ത മാസം പൈസ കൊടുത്താൽ മതി. പല ആളുകളും ഈ പേ ലേറ്റർ സ്കീം ഉപയോഗിക്കാറുണ്ട്. ആമസോൺ നിങ്ങൾക്ക് പേ ലേറ്റർ തരാറുണ്ട്. ആമസോൺ അക്കൗണ്ടിൽ ഇത്ര രൂപ ഇട്ടേക്കാണ്, നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് സാധനം വാങ്ങാം, പിന്നീട് തിരിച്ചടച്ചാൽ മതി. ഇങ്ങനെ പൈസ നമ്മളെ കാണിച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന ഒരു രീതി പേ ലേറ്റർ സ്കീമുകളും പലപ്പോഴും ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന സംഗതിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേ ലേറ്റർ സ്കീം നമുക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടി വന്നത്? നമ്മളുടെ പൈസ ഇല്ല, വേറെ ഒരിടത്ത് നമ്മൾ പൈസ സേവ് ചെയ്തിട്ടില്ല, എമർജൻസി ഫണ്ടില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നമ്മളുടെ ഒരു ബാക്കപ്പിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ടില്ല, നമ്മൾ പേ ലേറ്റർ യൂസ് ചെയ്യുകയാണ്. അടുത്ത മാസം നമുക്ക് ഈ സമയത്ത് ഫണ്ട് ഉണ്ടാവുമോ? ഫണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അടുത്ത മാസം ആദ്യം തന്നെ ഇതിൻ്റെ ഫണ്ട് അടയ്ക്കേണ്ടതുണ്ട്. പേ ലേറ്ററും ഒരു ബാഡ് ഡെറ്റ് ആണ്. അതേപോലെ തന്നെ അവരുടെയും ലക്ഷ്യം എന്താണ്, അവരുടെയും ആഗ്രഹം എന്താണ്? നിങ്ങൾ ആ തിരിച്ചടയ്ക്കേണ്ട ദിനം തെറ്റിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അവർ ഭീമമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്തത് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ചാർജസ്, ഈ ഇൻട്രസ്റ്റ് അല്ലാത്ത ചാർജസും അതിഭീകരമായിരിക്കും. ധാരാളം പേ ലേറ്റർ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അങ്ങനെയുള്ള കാര്യം ഉപയോഗിച്ച് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അതിൽ നിന്ന് ഒരു മോചനം എന്ന് പറയുന്നത് വലിയ പാടാണ്. അടുത്ത ഒരു ബാഡ് ഡെറ്റ് ആവാനായിട്ട് സാധ്യതയുള്ള സംഗതിയാണ് ഓട്ടോ ലോൺസ്. ഓട്ടോ ലോൺസ് എപ്പോഴും ബാഡ് ഡെറ്റ് ആവത്തില്ല. കാരണം നമ്മളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മളുടെ ആവതിനനുസരിച്ച് വാങ്ങുന്ന
ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് അല്ല, പക്ഷേ നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടാത്ത ഒരു ഷോ ഓഫ് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബാഡ് ഡെറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലക്ഷറി കാറുകളിലേക്ക് എപ്പോഴാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളൊരു ചോദ്യം പല ആളുകളും തങ്ങളോട് തന്നെ ഉള്ളിൽ ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ ലക്ഷറി കാർ ഓഫറുകളാണ് യൂസ്ഡ് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങുന്ന ഒരു 10-15 ലക്ഷം കൊണ്ട് നല്ലൊരു ബെൻസോ BMW ഒക്കെ നമുക്ക് വാങ്ങാനായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ നമ്മളൊരു പുതിയ വണ്ടി നമുക്കാവുന്ന തരത്തിലേക്ക് വാങ്ങുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഈ പഴയ വണ്ടി ഈ ഒരു ലക്ഷറി കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. നമ്മളുടെ സാധാരണ വണ്ടി, നമുക്ക് പറ്റുന്ന വണ്ടി, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്ന വണ്ടി ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്ന പൈസയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ലക്ഷറി കാർ, പഴയ ലക്ഷറി കാർ ഒരു തവണ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഇത് ഓരോ ആളുകളുടെ വരുമാനമൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ. നമ്മൾ ഹോം ലോൺ അടയ്ക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതലൊക്കെ കാർ ലോൺ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നല്ല ഡെറ്റ് അല്ല. അവിടെ നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മളുടെ ഒരു നിലയിലേക്ക് താഴാം എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അതേപോലെ ഇതൊരു ബാഡ് ഡെറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? വണ്ടി ഡിപ്രിസിയേഷൻ ഉള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ലോങ് ടൈമിൽ റിട്ടേൺ തരാൻ സാധ്യതയില്ല. വണ്ടി എടുത്തിട്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഓർക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇവിടെയല്ല നമ്മൾ സംസാരിക്കുന്നത്. അത് ആദ്യം പറഞ്ഞ ആ ഒരു ബിസിനസ്സിൻ്റെ ഏരിയയിലാണ്. അത് ആ ഒരു ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു മിഷനറി മാത്രമാണ്. നമ്മളിവിടെ ഓട്ടോ ലോണുകൾ എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, നമ്മളുടെ ഫാമിലി ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന വാഹനങ്ങളുടെ ലോണുകളാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. കടങ്ങൾ എടുക്കാത്തത് കൊണ്ട് നിങ്ങളൊരു വിജയിയാണ്, ജീവിത അവസാനം വരെ നിങ്ങൾ സുരക്ഷിതമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം നല്ല ബിസിനസ് ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നല്ലൊരു കോഴ്സ് ഉണ്ട്, ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഭാവി സുരക്ഷിതമാകുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണമില്ല എന്നുണ്ടെങ്കിൽ കടം എടുത്തിട്ട് അത് ചെയ്യേണ്ടതാണ്. ആ ഒരു കടം വീട്ടാനായിട്ട് നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു കടം നല്ലതാണ്, അങ്ങനെ സമീപിക്കണം. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടൊക്കെ നല്ല ബോധ്യം വേണം. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ ഉണ്ട്, ആ ലോണുകളെ മനസ്സിലാക്കുക. ആ ലോൺ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. പേ ലേറ്റർ, ക്രെഡിറ്റ് കാർഡുകൾ, ഗാഡ്ജറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാത്ത കാര്യങ്ങളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആലോചിച്ച് വേണം. ആഡംബരങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകാതിരിക്കുക. ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കടം എടുക്കാതിരിക്കുക. ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കടം എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കടങ്ങളെ സമീപിക്കുക. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിക്ഷേപത്തിന് സഹായകരമായിട്ടുള്ള ഫിൻവേഷ്യയുടെ ശൂന്യ പ്ലാറ്റ്ഫോമിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. 0 ചാർജസ് ആണ് പല സൗകര്യങ്ങളിലും പ്ലാറ്റ്ഫോം ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഡീഷണൽ പോയിന്റുകൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.